ഹായ് ഓൾ, വെൽക്കം ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. എൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആണ്, because I strongly believe it's better to cement one idea at a time than talk about too many things. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല, അല്ല മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷന് വേണ്ടി അല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസും ഇൻസൈറ്റ്സും ലേണിങ്സും ഒക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇനീഷ്യേറ്റീവ്. എല്ലാവരുടെയും ജോബ് സെർച്ച് ജേർണീസ് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. സോ ടേക്ക് വാട്ട് ഹെൽപ്സ് യു ആൻഡ് ഇഗ്നോർ വാട്ട് ഡസൻറ്റ് ആൻഡ് ഓൾവേസ് ഫോളോ വാട്ട് സ്യൂട്ട്സ് യുവർ പാത്ത്. ഒട്ടും പ്ലാൻഡ് ആയിട്ടും പ്രിപ്പയർഡ് ആയിട്ടും ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് വെൻ ഐ ഹാവ് എ മൊമെൻറ്റ്. So my email ID is write2rish.nz@gmail.com. So നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. Let's go. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കർട്ടസീസ്. കർട്ടസീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ജോബ് സെർച്ചിന് മാത്രമല്ല, നമ്മുടെ ത്രൂ ഔട്ട് ലൈഫ് ഇൻ ന്യൂസിലാൻഡിൽ കർട്ടസീസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കർട്ടസീസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ആൾക്കാരെ കാണുമ്പോഴത്തേന് give them a smile, say hi, hey, അതല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴും താങ്ക് യു, നൈസ് ടു മീറ്റ് യു, how's it been, how you doing, അങ്ങനെ നമ്മൾ ഈ കൊച്ചു വർത്താനം പറയത്തില്ല. നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ. ബിക്കോസ് നമ്മുടെ നാട്ടിൽ നമുക്ക് കർട്ടസീസ് കുറച്ച് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്ര യൂസ്ഡ് ഒന്നുമല്ല. വഴിയിൽ എല്ലാവരും കാണുമ്പോഴത്തേന് ഹായ് പറയാനോ അല്ലെങ്കിൽ താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ എന്നും പറഞ്ഞാൽ നമുക്ക് ശീലമില്ല. MNCസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം കർട്ടസീസ് ഉണ്ടാവും, ബിക്കോസ് ദേ ആർ യൂസ്ഡ് ടു ദ കോർപ്പറേറ്റ് കൾച്ചർ. ഇനി കോർപ്പറേറ്റ് കൾച്ചറിൽ അല്ലാതെ വരുന്ന ആൾക്കാർ, കർട്ടസീസിനെ പറ്റി വലിയ അറിവില്ലാത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി വെരി കർട്ടീസ്. നമ്മൾ ആൾക്കാരെ കാണുമ്പോഴത്തേന് ഗിവ് ദം എ സ്മൈൽ, സേ ഹായ്. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പോ വല്ല ഓഫർ ചെയ്താൽ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, സേ താങ്ക് യു. നമുക്ക് പറ്റുന്ന ഫോർമാലിറ്റീസ് നമ്മൾ നല്ലപോലെ ചെയ്യണം. ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കിവീസിൻ്റെ ഫോർമാലിറ്റി ഭയങ്കര ഹൈ ആണ്. കർട്ടസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ കീപ്പ് ഓൺ ഫീഡ്ബാക്കിംഗ്, ദേ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്, ദേ കം ആൻഡ് ചെക്ക് ഓൺ യു. അപ്പോൾ ഇവർ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ നമ്മുടെ കർട്ടസി അവരോട് തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് ക്ലോസർ ടു ദം. എല്ലാവരും കർട്ടസി കാണിക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ എൻ്റെ ജോലിയിൽ ആദ്യം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എല്ലാവരും കണ്ടാലും ചിരിക്കും. ചില ആൾക്കാർ തിരിച്ച് ചിരിക്കണമെന്നൊന്നുമില്ല, ബട്ട് ഡോണ്ട് മൈൻഡ്. വാക്ക് വിത്ത് യുവർ ഹെഡ് സ്ട്രെയിറ്റ്. നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ പേര് നമ്മുടെ അടുത്ത് ഹായ് പറയുന്നുണ്ടാവും. അപ്പം കർട്ടസി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ കർട്ടസി ശീലമില്ലെങ്കിൽ നമുക്കിത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമുക്കിത് ഭയങ്കര ഈസി അല്ല. യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ്. നമ്മൾ ആൾക്കാരെ കോൾ ചെയ്യുമ്പോഴത്തേന് ഹേ ഹൗസ് ഇറ്റ് ഗോയിങ്, ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. പതുക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഇതൊരു ശീലം ആക്കി നമ്മൾ കൊണ്ടുവരിക. പിന്നെ ആണെങ്കിൽ തന്നെ ഇവരുടെ പ്രൈവറ്റ് സ്പേസ് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ പ്രൈവറ്റ് സ്പേസിൽ കർട്ടീസ് അല്ലാതെ നമ്മൾ ഇടിച്ചു കയറുന്നത്, നമ്മൾ ചിലപ്പം നമ്മുടെ നാട്ടിലെ ക്യൂവിൽ നിൽക്കാറില്ല, ചിലപ്പം ആൾക്കാർ ഇടിച്ചു കയറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇവർ ഒട്ടും ഓക്കെ അല്ലാത്ത കാര്യങ്ങളാണ്. നമ്മളൊരു പബ്ലിക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ആ സ്പേസിനെ നമ്മൾ മാക്സിമം റെസ്പെക്ട് ചെയ്യുക. അവിടെ ഒരു ക്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കഴിവതും ആ ക്യൂ കീപ്പ് ചെയ്യുക. വേസ്റ്റ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക, ലിറ്റർ ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ബി ലൈക്ക് ദം. അവരെന്താണോ ചെയ്യുന്നത് നമുക്കത് ചെയ്യാൻ നോക്കാം. ലൈക്ക് നമ്മൾ അവരുമായിട്ട് എത്രത്തോളം ക്ലോസർ ആവുന്ന ഇൻ ടേംസ് ഓഫ് അവർ കർട്ടസീസ് ആൻഡ് ഇൻ ടേംസ് ഓഫ് വി ആസ് എ പേഴ്സൺ വി കണക്ട് ടു ദം. വെൻ വി കണക്ട് ടു ദം അവർ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് ബിക്കംസ് വെരി ഈസി. ഇനി എനിക്ക് വളരെ പെട്ടെന്ന് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കര തമാശ തോന്നിയൊരു കാര്യം പറയാം. ഇവരെ ആവശ്യമില്ലാതെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഒരു ദിവസം ഞാനിങ്ങനെ വഴിയിൽ കൂടെ നടന്നു പോയപ്പോഴത്തേന് എൻ്റെ സൈഡിലുള്ള ഒരു കിവി ചേച്ചി മറിഞ്ഞു വീണ്. ഞാൻ പുള്ളിക്കാരിയെ ഓടിപ്പോയി ഹെൽപ്പ് ചെയ്യാൻ പോയി അവരെ പിടിച്ച് പൊക്കാൻ നോക്കി. അവരെൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇവർ എന്നോട് ചൂടാകുന്നത്. ഞാനിവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നതല്ലേ. പക്ഷെ ആക്ച്വലി ഐ ഡിഡ്ന്റ് റെസ്പെക്ട് ഹർ പ്രൈവറ്റ് സ്പേസ്. ഞാൻ അവിടെ വന്ന് നിന്ന് അവരോട് ചോദിക്കണമായിരുന്നു, ഹേയ് ഡു യു നീഡ് ഹെൽപ്പ്. അതല്ലാതെ ഞാൻ അവരെ പെട്ടെന്ന് പോയി ഹെൽപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഐ ഡിഡ്ന്റ് റെസ്പെക്ട് ഹർ ബൗണ്ടറി. ഇവർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇവരോട് നമ്മൾ ചോദിക്കണം, ഹേയ് ക്യാൻ ഐ ഹെൽപ്പ് യു,
അങ്ങനെ പറഞ്ഞിട്ടേ നമ്മൾ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വഴി കാണുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ എടുക്കാനൊക്കെ പോകും. ഇവർക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല. ഇവരുടെ ഫീലിംഗ്, ഇവർ നമ്മളൊരു ഇൻട്രൂഡർ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓൾവേസ് ട്രൈ ടു ആസ്ക് പെർമിഷൻസ്, ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ ഫോർമാലിറ്റി. ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യും. സോ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ പറയാം, കേർട്ടസീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കേർട്ടസീസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് കൂട്ടാൻ നോക്കുക. ബി വെരി കൈൻഡ് ടു പീപ്പിൾ, സേ ഹായ്, ഗിവ് ദം എ സ്മൈൽ, സേ താങ്ക് യു. അതുപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് സ്പേസസ് ഒക്കെ നല്ലപോലെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ടു മൈ ഇമെയിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്.